നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. തിരക്ക് നിയന്ത്രണ വിധേയമായി. കഴിഞ്ഞ ദിവസത്തെ വൻ തിരക്ക് പരിഗണിച്ചാണ് നടപടി. സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം. തത്സമയ ബുക്കിംഗ് 20,000 പേർക്കായി നിജപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി പരാമർശം നടത്തിയ ടീന ജോസിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഞെട്ടലോടെയാണ് കാണുന്നതെന്നും വി ശിവൻകുട്ടി. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കും? നിത്യപൂജയുള്ള ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ പോളിംഗ് ബൂത്ത്. പ്രതിഷേധവുമായി SNDP 271 നമ്പർ ചാരുമൂട് കരിമുളയ്ക്കൽ യൂണിയൻ മന്ദിരത്തിലാണ് പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പുനലൂർ കോളേജ് വാർഡിലെ LDF സ്ഥാനാർത്ഥി ഗൗരിയമ്മയ്ക്കാണ് തുക നൽകിയത്. നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഗൗരി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസത്തെ വൻ തിരക്ക് പരിഗണിച്ചാണ് നടപടി. ഇതോടെ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി. സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിദിനം തത്സമയ ബുക്കിംഗ് 20,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തി. ശബരിമലയിലെ കഴിഞ്ഞ ദിവസത്തെ തിരക്ക് പരിഗണിച്ചാണ് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതോടെ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി. സ്പോട്ട് ബുക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തി. തത്സമയ ബുക്കിംഗ് പ്രതിദിനം 20,000 പേർക്ക് മാത്രമായാണ് നിജപ്പെടുത്തിയത്. കൂടുതലായി എത്തുന്ന തീർത്ഥാടകർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. നിലവിൽ നിലയ്ക്കലിൽ വാഹനം തടഞ്ഞ് പരിശോധിച്ച് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി NDRFന്റെ ആദ്യ സംഘവും സന്നിധാനത്തെത്തി. പുലർച്ചെയോടെയാണ് സംഘം ശബരിമലയിലെത്തിയത്. രണ്ടാം സംഘവും സന്നിധാനത്തേക്ക് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചെന്നൈയിൽ നിന്നുള്ള സംഘം രാത്രിയോടെ പമ്പയിലെത്തും. ചെന്നൈയിൽ നിന്ന് 40 അംഗ സംഘമാണ് എത്തുന്നത്. നിലവിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. നിലയ്ക്കലിലാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇനി നാട്ടുപൂരം. LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പുനലൂർ കോളേജ് വാർഡിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി ഗൗരിയമ്മയ്ക്കാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITO മുനിസിപ്പൽ കമ്മിറ്റി കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് ഗൗരി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITO പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമാഹരിച്ച തുകയാണ് നഗരസഭയിലെ കോളേജ് വാർഡിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി ഗൗരിയമ്മയ്ക്ക് കെട്ടിവെക്കാനായി നൽകിയത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാവ് അശോക് കുമാറിന്റെ മകളാണ് ഗൗരി. അപ്പം ഇതുമായിട്ട് നമുക്ക് വലിയൊരു കണക്ഷൻ തന്നെ ഉണ്ട്, ഓട്ടോ എന്ന് പറയുന്നതുമായിട്ട്. അപ്പം ഇവരെല്ലാം എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ നന്ദി പറയുന്നു. അപ്പം പിന്നെ കെട്ടിവെക്കാനുള്ള പൈസ ഇവർ തന്നതിൽ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം എല്ലാവരോടും ഓട്ടോ ഓടിക്കുന്ന അവരെല്ലാം എൻ്റെ സ്വന്തമാണ്. അപ്പം അവർക്കെല്ലാം നന്ദി പറയുന്നു. യൂണിയൻ പ്രസിഡന്റ് പത്മനാഭൻ, സെക്രട്ടറി അജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. നമുക്കറിയാം, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ഗൗരി. അത് ഓട്ടോറിക്ഷ തൊഴിലാളി കുടുംബത്തിൽ നിന്നായത് ഇവിടുത്തെ പുനലൂരിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ആവേശം പകരുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അജികുമാർ, ആബു, ഷമീർ, രാമകൃഷ്ണൻ, ശിവ, മനോജ്, നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കെ കൊല്ലത്ത് പ്രചാരണ നിറങ്ങൾ പകർന്ന് കൊടിക്കട.
പായിക്കട റോഡിലെ പ്രശസ്തമായ കൊടിക്കട ഇപ്പോൾ രാഷ്ട്രീയ ആവേശത്തിന്റെ ആസ്ഥാനമായി മാറി. 1984 തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നത് ഈ കടയിൽ നിന്നാണ്. പ്ലാസ്റ്റിക് പ്രചാരണ സാമഗ്രികൾ പൂർണ്ണമായും ഒഴിവാക്കി ഹരിതചട്ടപ്രകാരമുള്ള ഉൽപ്പന്നങ്ങളാണ് കടയിലേറെ. ഓൺലൈൻ പ്രചാരണം ശക്തമാണെങ്കിലും കൊടികളും ബാനറുകളും ഇപ്പോഴും പ്രചാരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം പായിക്കടയിലെ കൊടിക്കടയിൽ തിരക്കും ഏറെ. സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പാച്ചിലിനൊപ്പം മറ്റ് തെരഞ്ഞെടുപ്പുകളേക്കാൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലം കടയിൽ തിരക്ക് കൂടുതൽ ഉണ്ടാകാറുണ്ട്. സീസൺ കച്ചവടമായതിനാൽ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊടിക്കടയിൽ ഇനിയും തിരക്കേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കടയുടമ സുൽഫിക്കർ പറയുന്നു. അങ്ങനെ ഇപ്പം പാർട്ടിക്കാർ രാഷ്ട്രീയക്കാർ കൂടി വരില്ലേ, അപ്പം സെയിലും കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഒരു അത്യാവശ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നാല് പാർട്ടികൾ, പുതിയ പാർട്ടികൾ വരുന്നു, പുതിയ സംഘടനകൾ വരുന്നു. അതിന് നമുക്ക് പ്രയോജനമുണ്ട്. എന്തൊക്കെ വെറൈറ്റികളാണ് ഇപ്രാവശ്യമുള്ളത്? ഇപ്രാവശ്യം ഒരുപാട് പുതിയ സാധനങ്ങളുണ്ട്. വലിയ വലിയ ചിഹ്നങ്ങളുണ്ട്, കുരുത്തോലകളുണ്ട്, പിന്നെ ഫോട്ടോ വെച്ച കൊടികൾ, ഫോട്ടോ വെച്ച ബാഡ്ജുകൾ, സ്ഥാനാർത്ഥികൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഇലക്ട്രിക് സാധനത്തിനും പ്രാധാന്യമുണ്ട്. ഇലക്ട്രിക് എന്തൊക്കെയുണ്ട്? ഇലക്ട്രിക് എന്ന് വെച്ചാൽ മറ്റേ EVM വോട്ടിംഗ് മെഷീനുണ്ട്, അതിൻ്റെയാണ് മറ്റേ. പിന്നെ LED സ്ലിപ്പുകൾ, ചിഹ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. കച്ചവടം കുഴപ്പമില്ല, നല്ലതുണ്ട്. നമുക്ക് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ഹോൾസെയിൽ തുടങ്ങിയായിരുന്നു. തെരഞ്ഞെടുപ്പില്ലാത്ത സമയങ്ങളിൽ മറ്റ് മത, സാമുദായിക, സാംസ്കാരിക സംഘടനകളുടെയും കൊടിതോരണങ്ങളും ബാനറുകളും കടയിൽ ലഭ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രെൻഡിനനുസരിച്ചുള്ള പാർട്ടി കൊടികൾ, തോരണങ്ങൾ, ചിഹ്നങ്ങൾ, തൊപ്പികൾ, LED ലൈറ്റ് ചിഹ്നങ്ങൾ, കീ ചെയിനുകൾ, നേതാക്കളുടെ മുഖം, വോട്ടിംഗ് മെഷീൻ ഡമ്മികൾ, വർണ്ണ ബലൂണുകൾ, ഷാളുകൾ, ടീഷർട്ടുകൾ, സ്വീകരണമാലകൾ, ബാനറുകൾ തുടങ്ങി പ്രചാരണത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ. ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടും. കാരണം ഇപ്പോൾ എന്തോ പത്രിക കൊടുത്തു വിടാനുണ്ട്. അതിനുശേഷം കുറേ നടക്കും. ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ? ഇങ്ങനെ ഞാൻ 84 തുടങ്ങിയത്. പഴയനേക്കായി വ്യത്യസ്തതയാണ് ഇപ്പോഴത്തെ. കുഴപ്പമില്ല. കൂടുതൽ ഐറ്റങ്ങൾ എന്താ പോകുന്നത്? കൂടുതലും പോകുന്നത് ഈ അലങ്കരിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത്. കൊടികളും തോരണങ്ങളും എല്ലാവരുടെയും കാണും എപ്പോഴും. അല്ലാതെ ഈ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഇലക്ഷൻ സമയം മാത്രം ഇറങ്ങുന്ന കുറേ സാധനങ്ങൾ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ പാർട്ടികളുടെയും കൊടികളും ചിഹ്നങ്ങളും ഒരിടത്ത് ലഭിക്കുന്നതിനാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സാമഗ്രികൾ വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക് കടക്കുമ്പോൾ കൊല്ലം പായിക്കട റോഡിലെ കൊടിക്കടയും അതിനൊപ്പം തന്നെ ചൂടുപിടിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സജീവമായതോടെ ചുവരെഴുത്തും പോസ്റ്ററുകളുമായി കളം പിടിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും. ചവറയിൽ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. സ്ഥാനാർത്ഥികളെ ഇനി നിശ്ചയിക്കാനുള്ള ഇടങ്ങളിൽ അവസാനവട്ട ചർച്ചകളിലാണ് മുന്നണികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും. വിവിധയിടങ്ങളിൽ ചുവരെഴുത്തുകളും പോസ്റ്ററുകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം പിടിച്ചു തുടങ്ങി. ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡുകൾ ഒഴികെ 95 വാർഡുകളിലും CPM-ഉം CPI-യും തമ്മിൽ ധാരണയിലെത്തി. 35 സീറ്റിൽ CPI-യും 60 സീറ്റിൽ CPM-ഉം മത്സരിക്കും. പുതുതായി അനുവദിച്ച 5 വാർഡുകളിൽ ഘടകകക്ഷികളെ കൂടി പരിഗണിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ CPM 8 ഡിവിഷനുകളിലും CPI 5 ഡിവിഷനുകളിലും മത്സരിക്കുന്നു. ചവറ ഗ്രാമപഞ്ചായത്തിൽ RSP 32 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ഡിവിഷനുകളിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും RSP മത്സരിക്കുന്നുണ്ട്. ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ ജനവിധി തേടുന്നു. മുകുന്ദപുരം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വീണ്ടും ജനവിധി തേടും. കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ 30 വാർഡുകളിൽ മത്സരിച്ച RSP 19 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച 3 സീറ്റിൽ 2 വിജയം വരിച്ചു. ജില്ലാ പഞ്ചായത്തിലെ ചവറ ഡിവിഷനിലും RSPയാണ് വിജയിച്ചത്. പുതുതായി വന്ന 5 വാർഡുകളിൽ 2 RSPയിലും 3 കോൺഗ്രസും മത്സരിക്കും. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു. ശനിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ കലാമൂല്യമുള്ള പരിപാടികൾ വേദിയിൽ അരങ്ങേറുമ്പോഴും പുത്തൻ തലമുറ ഓൺലൈൻ ഗെയിമുകൾക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുന്നു. മിക്ക വേദികളിലും ഇത്തരം കാഴ്ചയാണുള്ളത്. നാടൻ പാട്ടിന്റെ താളവും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ലളിതഗാനത്തിന്റെ ലാളിത്യവും വേദിയിൽ അലതല്ലുമ്പോൾ പുതിയ തലമുറ ഫ്രീ ഫയറിലും PUBGയിലും മുഴുകുകയാണ്.
കുണ്ടറ ഉപജില്ല കലോത്സവ നഗരിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. സദസ്സിന്റെ കോണുകളിലും സ്കൂൾ വരാന്തകളിലും മൊബൈലുമായി കുനിഞ്ഞിരിക്കുന്ന ഒരു തലമുറ. വേഷഭൂഷാദികൾ അണിഞ്ഞ് അവസരം കാത്തിരിക്കുന്ന മത്സരാർത്ഥികളും അവരോടൊപ്പമുള്ള അധ്യാപകരും ഉൾപ്പെടെ ഇന്ന് മൊബൈലിന്റെ പിടിയിലാണ്. വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ച പ്രസംഗ മത്സരവേദിയെയും മൊബൈൽ കീഴടക്കിയ കാഴ്ചയായിരുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയേക്കാളും പുതിയ തലമുറ മൊബൈൽ ഫോൺ എന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കുട്ടികളെ മൊബൈലിന്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അനന്തരഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വഴിതെറ്റി രാത്രി റോഡിൽ കിടന്ന വയോധികയ്ക്ക് രക്ഷകനായി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ. പടിഞ്ഞാറേക്കല്ലട സ്വദേശി ഗൗരിക്കാണ് പത്തനംതിട്ട അഗ്നിരക്ഷാ നിലയത്തിലെ മനോജ് രക്ഷകനായത്. വയോധിക മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന് സമീപം വേങ്ങ ഭാഗത്ത് റോഡിൽ കിടക്കുകയായിരുന്ന പടിഞ്ഞാറേക്കല്ലട സ്വദേശിനി 75-കാരിയായ ഗൗരിക്കാണ് പത്തനംതിട്ട അഗ്നിരക്ഷാസേനയിലെ മനോജ് രക്ഷകനായി മാറിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇവർ വഴിതെറ്റി റോഡിൽ കിടക്കുകയായിരുന്നു. ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന മനോജ് ഇവരെ കണ്ടതിനെ തുടർന്ന് സുഹൃത്തായ ശക്തികുളങ്ങര സ്വദേശി ഗണേശനെ വിളിച്ചു വരുത്തി. ഉടൻ തന്നെ ആംബുലൻസും എത്തിച്ച് ശാസ്താംകോട്ട പോലീസിന്റെ സഹായത്തോടെ പടിഞ്ഞാറേക്കല്ലടയിലെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു. അവിവാഹിതയായ ഗൗരിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകാനിരിക്കവെയാണ് മനോജ് വയോധികയെ രക്ഷപ്പെടുത്തി വീട്ടിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ ഗോത്രം ഊരുവിലക്കിയ ബുധിനി മെജാന്റെ ഓർമ്മകൾക്ക് 2 വയസ്സ്. 1959 നടന്ന അണക്കെട്ട് ഉദ്ഘാടനത്തെ തുടർന്നുള്ള സംഭവങ്ങളുടെ പേരിൽ നെഹ്റുവിന്റെ ഗോത്ര ഭാര്യ എന്നറിയപ്പെട്ട ബുധിനിയുടെ ജീവിതം എന്നും കൗതുകങ്ങൾ നിറഞ്ഞ വാർത്തയായിരുന്നു. എന്നാൽ ബുധിനിയുടെ മരണശേഷം ബുധിനിയെ ഊരുവിലക്കിയ തേൽക്കുബി ഗ്രാമത്തിന് എന്ത് സംഭവിച്ചുവെന്നത് ആരും അന്വേഷിച്ചില്ല. ജവഹർലാൽ നെഹ്റുവിന് നൽകിയ പൂമാലയുടെ പേരിൽ നെഹ്റുവിന്റെ വധുവെന്ന ഗോത്രാചാരം മുദ്രകുത്തിയ ജാർഖണ്ഡ് സ്വദേശിനിയാണ് ബുധിനി മെജാൻ. ജാർഖണ്ഡിലെ പാഞ്ചേത്ത് അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിനെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് മാല നൽകിയതിന്റെ പേരിൽ ബുധിനിയെ ഗോത്രത്തിൽ നിന്ന് ഊരുവിലക്കുകയായിരുന്നു. അന്ന് ബുധിനിക്ക് 15 വയസ്സായിരുന്നു പ്രായം. നെഹ്റുവിനെ പൂമാല നൽകി സ്വീകരിക്കാൻ ദാമോദർ വാലി കോർപ്പറേഷൻ അധികൃതരാണ് ബുധിനിയെ ചുമതലപ്പെടുത്തിയത്. അവിടെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു 15-കാരിയായ ബുധിനി. തനിക്ക് ലഭിച്ച മാല സ്നേഹപൂർവ്വം ബുധിനിക്ക് തിരികെ കൊടുത്തു നെഹ്റു. അണക്കെട്ടിനു വേണ്ടി അധ്വാനിച്ച ഗോത്ര ജനതയുടെ പ്രതിനിധിയായി ബുധിനിയെ കൂടി നിർത്തി അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ചു. എന്നാൽ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ ബുധിനിയെ സന്താൾ ഗോത്ര സമൂഹം തിരസ്കരിക്കുകയായിരുന്നു. ഊരുവിലക്ക് കൽപ്പിച്ച ആ സാന്താൾ സമൂഹത്തിലെ ആർക്കും ബുധിനിക്കുൾപ്പെടെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. കാരണം പഞ്ചായത്ത് അണക്കെട്ടിന്റെ റിസർവോയറിൽ കാർബോണ അതിനകം തന്നെ മുങ്ങിക്കഴിഞ്ഞിരുന്നു. കൗതുക വാർത്തകൾ തേടിയവരിൽ ആരും ഈ യാഥാർത്ഥ്യം കണ്ടതുമില്ല. 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് നിർമ്മാണത്തിന് ഒഡീഷയിലെ ഹിരാക്കുഡിൽ തറക്കല്ലിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നെഹ്റു അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് രാജ്യ താൽപര്യത്തിന് വേണ്ടിയാകണമെന്ന്. നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഭരണാധിപന്മാരും വിശാല രാജ്യ താൽപര്യത്തിനായി ത്യാഗം സഹിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ വികസന ബലിക്കല്ലിൽ ജീവൻ നൽകേണ്ടി വന്നവരിൽ പകുതിയിലധികവും ഇന്ത്യയിലെ ഗോത്ര ജനതയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ സത്യവും ആരും കണ്ടില്ല. ഗോത്രത്തിന് പുറത്തുനിന്നുള്ളയാൾക്ക് മാലയിട്ടതിന്റെ പേരിലാണ് ബുധിനിക്ക് ഊരുവിലക്ക് നേരിടേണ്ടി വന്നത്. പിന്നീട് ബുധിനിക്ക് കൂട്ടായി സുധീർ ദത്ത എന്ന ബംഗാളി യുവാവെത്തി. അവർക്ക് രത്നാദത്ത എന്ന മകൾ പിറന്നു. അസൻസോൾ MP ആനന്ദഗോപാൽ മുഖോപാധ്യായയിൽ നിന്ന് ബുധിനിയുടെ കഥയറിഞ്ഞ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അവർക്ക് ദാമോദർ വാലി കോർപ്പറേഷനിൽ ജോലി സ്ഥിരപ്പെടുത്തി. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ബുധിനി പാഞ്ചേത്തിൽ തന്നെ ജീവിതം തുടർന്നു. 2 വർഷം മുമ്പ്
ബുധിനി വിടവാങ്ങിയതോടെ ബുധിനിയുടെ ജീവിതവും ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് പിന്മാറി. ന്യൂസ് ഡെസ്ക്. അമിത വാദ്യഘോഷമില്ല, ചുരുക്കം സംഗീത ഉപകരണങ്ങൾ കൊണ്ട് മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹൃദയമലിയിക്കുന്ന സംഗീതത്താൽ കീഴടക്കിയ സലിൽദ എന്ന സലിൽ ചൗധരിക്ക് ഇന്ന് ജന്മശതാബ്ദി. വയലാർ, പി ഭാസ്കരൻ, ONV, ശ്രീകുമാരൻ തമ്പി എന്നിവർക്കൊപ്പം ചേർന്ന് സലിൽ ചൗധരി സൃഷ്ടിച്ച ഗാനങ്ങളെല്ലാം തന്നെ ഇന്നും മലയാളിയുടെ ചുണ്ടിൽ ഈണമിടുന്നവയാണ്. രവീന്ദ്രനാഥ ടാഗോറിന് ശേഷം ബംഗാളി സംഗീതത്തിന്റെ തുടർച്ച ഏറ്റെടുക്കുകയും ഹിന്ദി ചലച്ചിത്ര ഗാന സംഗീത രംഗത്ത് വ്യത്യസ്തമായ ഒരിടം കണ്ടെത്തുകയും 60കളുടെ രണ്ടാം പാതി മുതൽ ഒരു പതിറ്റാണ്ടിലേറെ കാലം മലയാള ചലച്ചിത്ര ഗാനരംഗം കീഴടക്കുകയും ചെയ്ത സംഗീത വിസ്മയമായിരുന്നു സലിൽ ചൗധരി. സ്വയം സൃഷ്ടിച്ചെടുത്ത വ്യത്യസ്ത സരണികളിലൂടെ മലയാളികളുടെ സംഗീത ഭാവുകത്വത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച മൗലിക പ്രതിഭയായിരുന്നു അദ്ദേഹം. 1966 രാമു കരിയാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനിലൂടെ നാളിതുവരെ കേൾക്കാത്ത ഓർക്കസ്ട്രേഷനും വടക്കേ ഇന്ത്യൻ നാടോടി ഹിന്ദുസ്ഥാനി പാരമ്പര്യവുമായി മലയാള ചലച്ചിത്ര ഗാന സംഗീത രംഗത്തെത്തിയ സലിൽ ചൗധരി 27 ചിത്രങ്ങൾക്കായി 106 ഗാനങ്ങൾക്കാണ് സംഗീതം നൽകിയത്. ഈ മണ്ണും ഈ വിണ്ണും വരവേൽക്കയാണല്ലോ മാടത്താവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. വയലാറിനും ONVയ്ക്കും പി ഭാസ്കരനുമൊപ്പം നിരവധി ഗാനങ്ങൾക്കാണ് സലിൽ ചൗധരി ഈണമിട്ടത്. ഓണപ്പാട്ടുകൾക്കും അദ്ദേഹം ഈണം പകർന്നു. ഒരേ ഈണം ഉപയോഗിച്ച് വിവിധ കഥാസന്ദർഭങ്ങൾക്ക് വിവിധ ഭാവങ്ങൾ തീർക്കുന്ന സലിൽദായുടെ പതിവ് ശൈലി അദ്ദേഹം സംഗീതം നൽകിയ ഓണപ്പാട്ടുകളിലും കാണാം. സ്വപ്നത്തിൻ തോഴിമാര് ഇതിലെ പോയത് വസന്തം, വാസര സ്വപ്നത്തിൻ തോഴിമാര്. ദക്ഷിണാമൂർത്തിയിലൂടെയും ദേവരാജനിലൂടെയും തുടക്കം കുറിച്ച ക്ലാസിക്കൽ സംഗീത പദ്ധതികൾക്കും കെ രാഘവനിലൂടെ സമാരംഭിച്ച നാടോടി ജനകീയ പാരമ്പര്യത്തിനും ബാബുരാജിലൂടെ വളർന്ന ഹിന്ദുസ്ഥാനി പാരമ്പര്യത്തിനുമൊപ്പം പാശ്ചാത്യ സംഗീത സാധ്യതകളും ഉത്തരേന്ത്യൻ ഫോക്ക് സംഗീത പാരമ്പര്യവും നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ പൊതുഭൂമികയെ അടയാളപ്പെടുത്തി തുടങ്ങിയത് സലിൽ ചൗധരിയിലൂടെയാണ്. പാശ്ചാത്യ സംഗീതത്തിലെ ഓർക്കസ്ട്രേഷന്റെ പ്രയോഗ സാധ്യതകൾക്ക് ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ അദ്ദേഹം മാർഗദർശിയായി. ഓർക്കസ്ട്രേഷനിൽ ധീരമായ പരീക്ഷണങ്ങൾ സ്വയം ആവിഷ്കരിച്ചു. പാശ്ചാത്യ രീതിയിലുള്ള ഓർക്കസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനി രാഗങ്ങളിലും നാടോടി ഈണങ്ങളിലും മെലഡിയുടെ വസന്തം വിരിയിച്ചു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. സംഗീത ജീവിതത്തിൽ ഒരിക്കലും ഗുരുക്കന്മാരില്ലാതിരുന്ന മലയാളികളെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു കേരള തീരത്തേക്ക് ഓണപ്പൂവിനെ മാടി വിളിക്കുന്ന ഗാനത്തിന്റെ പുതുമയാർന്ന ഓർക്കസ്ട്രേഷൻ. മലയാളത്തിന് ഉത്സവ ഈണങ്ങൾ തീർത്ത മാസ്മരിക സംഗീതാനുഭവമാണ് മലയാളി കാലമേറെ കഴിഞ്ഞിട്ടും ഇന്ന്
കാതോർത്ത് കഴിയുന്ന സലിൽ ദായുടെ ഈണങ്ങൾ. ന്യൂസ് ഡെസ്ക്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കരുനാഗപ്പള്ളി ബ്ലോക്ക് സമ്മേളനം നടത്തി. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കരുനാഗപ്പള്ളി ബ്ലോക്ക് സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത്. ക്ഷാമാശ്വാസ കുടിശ്ശിക അന്യായമായി തടയപ്പെട്ടത് നൽകുക, മെഡിസിപ്പ് പദ്ധതിയിലെ നിർദ്ദേശിച്ച അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. KSPS ജില്ലാ ട്രഷറർ KT ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പാവപ്പെട്ട ഈ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് മുതൽ ഉയർന്ന വിലയുള്ള സാധാരണ ജീവനക്കാർ അവർക്ക് പൈസ കൊടുക്കാൻ അതാണ് സർക്കാരിന്. പൈസ കൊടുക്കാനില്ലെങ്കിൽ അവരെ അരിപ്പിച്ച് ജീവിക്കുന്ന സർക്കാരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കാണുന്ന ദൂരത്തിൻ്റെ പുറത്ത് ദൂരത്താണ്. ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ എന്നാ കുറച്ചുകൂടെ പിടിക്കുമെന്നുള്ള രീതിയിലാണ് ദൂരത്ത്. അപ്പോൾ ദൂരത്ത് അതായത് മാമാങ്കങ്ങൾ ബസ് ഓടിച്ച് നടന്ന മീറ്റിങ്ങുകൾ നടത്തുന്നു, അതുപോലെ ലോക കേരള സമ്മേളനം നടത്തുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു, ശബരിമല ആഗോള സംഗമം നടത്തുന്നു. നല്ല പ്രയോജനമുണ്ടോ? 5 പൈസ പ്രയോജനം ഇതുകൊണ്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ വലിയ പോരാളികൾക്ക് കോൺട്രാക്ട് കൊടുത്ത് അവരെ സ്പോൺസർ ചെയ്യിച്ച് ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തുമ്പോൾ പിന്നെ അവരുടെ GST മേടിക്കാൻ പറ്റുമോ? ടാക്സ് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ സർക്കാരിൻ്റെ വരുമാനം അവിടെ നിൽക്കും. ഉത്പാദനക്ഷമമായ യാതൊരു കാര്യങ്ങളിലും ആകെയുള്ളത് അതായത് നമുക്ക് നീക്കാൻ പോകുന്നതിൻ്റെ ഇതോ അങ്ങനെ പിന്നെ ചില സ്ഥാപനങ്ങളാണ് ഇവിടെ ലാഭകരമായി പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് VN കൃഷ്ണൻപൂറ്റി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നിഷ്കലവും നിസ്വാർത്ഥവും നിഷ്കാമവുമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സംഘം പറയുന്നത് പോലെ തന്നെ ഉത്തമനായിട്ടുള്ള ഗൃഹനാഥനെ സൃഷ്ടിക്കുന്നു. ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ ആണും പെണ്ണുമാകാം. ഉത്തമനായിട്ടുള്ള ഗൃഹനാഥനെ സൃഷ്ടിക്കുന്നു. ആ ഗൃഹനാഥൻ ആണായാലും പെണ്ണായാലും സമൂഹത്തിന് സമാജത്തിന് മാതൃകയാകുന്നു. ജില്ലാ പ്രസിഡന്റ് G സരോജാക്ഷൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് RK സുധീഷ്, BJP കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് R മുരളി, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ഓച്ചിറ V രവികുമാർ, ഫെറ്റോ ജില്ലാ സെക്രട്ടറി K രാഗേഷ്, A രാജീവ്, P സുന്ദരേശൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂരിൽ ശിശുദിന വാരാഘോഷം സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശിശുദിന വാരാഘോഷം നടത്തിയത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശിശുദിന വാരാഘോഷം സംഘടിപ്പിച്ചത്. ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അവതരിപ്പിച്ച ചെറു പ്രസംഗം നടന്നു. പോസ്റ്റർ വിജയികൾക്കുള്ള സമ്മാനദാനവും നൽകി. ഹൈസ്കൂൾ വിഭാഗം പോസ്റ്റർ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം അക്ഷയ്ക്കും 2ാം സ്ഥാനം ഗനകിരണിനും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം അമൽജിത്തിനും 2ാം സ്ഥാനം ജ്യോതിസ് എയ്ക്കും ലഭിച്ചു. പുനലൂർ DEO D അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഇക്കൊല്ലത്തെ സ്കൂളായി തെരഞ്ഞെടുത്ത് ചെല്ലപ്പറ്റ് കൊല്ലം എന്ന പദ്ധതി പരിപാടി ഇവിടെ ഇന്ന് നടത്തപ്പെടുകയാണ്. ശിശുദിന വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതിയും ശിശു സംരക്ഷണ സമിതി ഒക്കെ ചേർന്ന് ഇതിനോടൊപ്പം തന്നെ വിവിധങ്ങളായ മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തിയിട്ടുണ്ട്. തുടർന്നും ചില മത്സരങ്ങൾ നടത്താറുണ്ട് എന്നറിയുന്നു. ഈ പരിപാടി ശിശുദിന വാരാഘോഷം കൊല്ലം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏവരുടെയും അനുമതിയോടുകൂടി അറിയിക്കുകയാണ്. നമുക്ക് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ രഞ്ജിനിയൽ മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമല്ല ചിരിക്കേണ്ടത്, നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം ചിരിക്കുക. കാരണം മനസ്സിന്റെ ആ സന്തോഷം മുഖത്ത് കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക്
ഉപേക്ഷിച്ചിട്ട് പോയി. അച്ഛന് നോക്കാൻ പറ്റുന്നില്ല, ചെറിയ കുഞ്ഞല്ലേ, പാലൊക്കെ കൊടുക്കണ്ടേ, പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു പരാതിയില് ഇവിടെ അടുത്തുള്ള ഒരു കുഞ്ഞ്, എവിടെ പറയുന്നില്ല, ആ മോൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാതെ രാവിലെ അമ്മ പോകും, അച്ഛനില്ല. രാത്രി 12-12:30 മണി വരെ നിങ്ങളുടെ ഏരിയ തന്നെ, നിങ്ങളുടെ ഈ വിജുവിന്റെ ഏരിയ, രാത്രി 12-12:30 വരെ കുട്ടി ഒറ്റയ്ക്കാണ് വീട്ടിലിരിക്കുന്നത്. ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിന് ചിലപ്പോൾ മണ്ണെണ്ണ വിളക്ക് പോലും കാണില്ല, കറണ്ട് ഇല്ലെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് പോയതാ. അപ്പൊ കുഞ്ഞ് ടീച്ചർ ചോദിച്ചു അവിടെ ആരുണ്ട് കൂടെ ചോദിച്ചപ്പോൾ എനിക്ക് പട്ടിയുണ്ട് കൂടിന്. പട്ടി ഇതിൽ പോയി നോക്കിയപ്പോൾ ടീച്ചർ പോയി നോക്കിയപ്പോൾ ഒരു ചെറിയ പട്ടി കുഞ്ഞാണ്. ഈ കുഞ്ഞിന് സുരക്ഷ കൊടുക്കാനുള്ള ഒന്നും ആ പട്ടിക്ക് പറ്റുന്നില്ല. PTA പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക സിന്ധു, പുല്ലൂർ SI റിയാസ് R, CDPO അനീസ റാണി, വിനു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ എനിക്ക് പ്രസംഗിച്ച പലരും പലതവണയായി പറഞ്ഞു കേൾക്കുന്നില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പോയിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം ഈ അതുപോലെ ക്ലാസ്സുകളിൽ കുറച്ച് നേരം നമുക്ക് രക്ഷ കിട്ടുമല്ലോ അല്ലേ. ഇവിടെ വഴക്കൊന്നും കേൾക്കാതെ നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും, കുറച്ച് സമാധാനമായിട്ടിരിക്കാം. സത്യമല്ലേ? അതാ ഇതിലേക്ക് തന്നെയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി പരാമർശം നടത്തിയ ടീന ജോസിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ടീന ജോസ് ഫേസ്ബുക്ക് കമന്റ് ഇട്ടത്. ഇത് ഞെട്ടലോടെയാണ് കാണുന്നതെന്നും ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ ജീവന് ഭീഷണി ഉയർത്തുന്ന, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണതലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. പരാമർശം സംസ്കാരമുള്ള സമൂഹത്തിന് അപമാനമാണ്. കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള വ്യക്തമായ വെല്ലുവിളിയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഈ വ്യക്തി 2020യുടെ കടുത്ത പ്രചാരകയെന്നാണ് വിവരം. 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കണം. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കണം. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു? അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുന്നു എന്നതും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത് 2020യുടെ രാഷ്ട്രീയ ശൈലിയെയാണ് തുറന്നു കാട്ടുന്നത്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ ജീവന് ഭീഷണി ഉയർത്തുന്ന, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയും ബോംബെറിഞ്ഞു കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ്. ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ്. രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയെയും ബോംബെറിഞ്ഞ് കൊല്ലണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ്. അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല. അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ്. ഈ വ്യക്തി 2020യുടെ കടുത്ത പ്രചാരകയാണെന്നും മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നും ഇത് നിയമരംഗത്ത് തന്നെ നാണക്കേടാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. നിത്യപൂജയുള്ള ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചതിൽ പ്രതിഷേധം. 271 നമ്പർ ചാരുമൂട് കരിമുളയ്ക്കൽ യൂണിയൻ മന്ദിരത്തിലാണ് വോട്ടിംഗ് ബൂത്ത് സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ എതിർപ്പുമായി SNDP രംഗത്തെത്തി. കരിമുളയ്ക്കൽ ശ്രീനാരായണ ഗുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന SNDP 271 നമ്പർ ശാഖ ഓഫീസും
പ്രാർത്ഥനാ ഹാളും പോളിംഗ് സ്റ്റേഷനാക്കിയതിലാണ് പ്രതിഷേധമുയരുന്നത്. ചുരക്കര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ശാഖാംഗങ്ങളാണ് പോളിംഗ് സ്റ്റേഷൻ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. നിത്യപൂജയുള്ള ഗുരുക്ഷേത്രമാണിത്. പോളിംഗ് സ്റ്റേഷന് വേണ്ട സൗകര്യം ഇവിടെയില്ലെന്ന് ശാഖാംഗങ്ങൾ പറയുന്നു. ക്ഷേത്രമായിട്ട് ആചരിക്കുന്ന പവിത്രമായ ഒരു ഗുരുമന്ദിരം ഈ നമ്മുടെ ശാഖയിൽപ്പെട്ട ആരുടെ അനുവാദം ഇല്ലാതാണ് ഇതിപ്പോൾ ഇങ്ങനെ പോയേക്കുന്നത്. ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്ന് പോളിംഗ് സ്റ്റേഷൻ മാറ്റാത്ത പക്ഷം പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് വിംഗ് യൂണിയൻ ചെയർമാൻ വി വിഷ്ണു പറഞ്ഞു. ഈ പോളിംഗ് ബൂത്ത് ഇവിടുന്ന് മാറ്റി ഇവിടെ തൊട്ടടുത്ത് 200 മീറ്ററിനപ്പുറത്ത് ഒരു പാരിഷ് ഹാൾ ഉണ്ട്. അവിടെ ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാം. നാളിന്ന് വരെ ഇതൊരു പോളിംഗ് ബൂത്തായിട്ട് ഏറ്റെടുത്തിട്ടുമില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇലക്ഷൻ നടത്തിയത് ആ രീതിയിൽ തന്നെ ഇലക്ഷൻ നടത്തണമെന്നാണ് SNDP ചാരുമടി യൂണിയന് പറയാനുള്ളത്. അതല്ലെങ്കിൽ അത് മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ചാരുമടി SNDP യൂണിയന്റെ കീഴിലുള്ള 38 ശാഖായോഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് യൂണിയന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു മാത്രം. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് ഇവിടം പോളിംഗ് സ്റ്റേഷനാക്കാൻ തീരുമാനിച്ചതെന്ന് ചുനക്കര പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. SNDP യോഗം യൂണിയന്റെ പരാതി കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമുളക്കൽ ശാഖ ഗുരുക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രാർത്ഥനാ ഹാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കേന്ദ്രമാക്കാനുള്ള അധികൃതരുടെ ശ്രമം അവസാനിപ്പിക്കണമെന്ന് ചാരുമൂടി യൂണിയൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കളക്ടർക്കും RDOയ്ക്കും തഹസീൽദാർക്കും പരാതി നൽകിയതായി യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ, കൺവീനർ അനിൽ P ശ്രീരംഗം, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഗോപൻ ആഞ്ഞിലിപ്ര എന്നിവർ പറഞ്ഞു. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടെ ഒരു പൊതുയോഗം കൂടിയാൽ പോലും ഞങ്ങളുടെ വീടുകളിൽ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ പങ്കെടുക്കത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇവിടെ 8ാം തീയതിയും അന്നദാനവും ഉണ്ട്, ചിറപ്പും ഉണ്ട്, അഖണ്ഡനാമവും ഉണ്ട്. 9ാം തീയതിയും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. ഗുരുദേവ ഭക്തരുടെ കണക്കായിട്ട് അന്നത്തെ ചിറപ്പുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു മുടക്കം വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. തിരക്ക് നിയന്ത്രണ വിധേയമായി. കഴിഞ്ഞ ദിവസത്തെ വൻ തിരക്ക് പരിഗണിച്ചാണ് നടപടി. സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം. തത്സമയ ബുക്കിംഗ് 20,000 പേർക്കായി നിജപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവിളി പരാമർശം നടത്തിയ ടീന ജോസിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഞെട്ടലോടെയാണ് കാണുന്നതെന്നും വി ശിവൻകുട്ടി. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കും? നിത്യപൂജയുള്ള ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ പോളിംഗ് ബൂത്ത്. പ്രതിഷേധവുമായി SNDP. 271 നമ്പർ ചാരുമൂട് കരിമുളയ്ക്കൽ യൂണിയൻ മന്ദിരത്തിലാണ് പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പുനലൂർ കോളേജ് വാർഡിലെ LDF സ്ഥാനാർത്ഥി ഗൗരിയമ്മയ്ക്കാണ് തുക നൽകിയത്. നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഗൗരി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.